ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. സാർ, മക്കളെ എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സാർ ഈ 5 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് വരും എന്നുള്ളൊരു ഡൗട്ട് എല്ലാ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. നമുക്കത് നോക്കാം. 5 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാം റെഡി അല്ലേ മക്കളെ? ഓക്കേടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നമ്മുടെ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന ചാപ്റ്റർ. വാട്ട് ഡു യു മീൻ ബൈ ഇ വേസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. എന്താണ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിന് വന്നിട്ടുണ്ട്. പക്ഷേ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത്, ഈ പറഞ്ഞ ഈ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 85% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത്, ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് 5 മാർക്കിന്റെ എസ് ആട്ടോ. വേണമെങ്കിൽ കുറഞ്ഞ വെയിറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്ത്, ഇ വേസ്റ്റ് കേട്ടോ. കുറഞ്ഞ വെയിറ്റിന്, കാരണം ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഇ വേസ്റ്റിന് വന്നിരിക്കും. അപ്പൊ 5 മാർക്ക് 85% സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാടാ. എക്സ്പ്ലെയിൻ എനി 5 ഇൻപുട്ട് ഡിവൈസ്. ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസ് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. ഏതെങ്കിലും നമുക്ക് കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ഓക്കെ, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, സ്കാനർ, അതുള്ള ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസ് നിങ്ങൾ പഠിച്ചു വെച്ചു. മിനിമം ഒരു 5 ഇൻപുട്ട് ഡിവൈസ് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഈ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കണ്ടിട്ടില്ല ഇതുവരെ. ഇൻപുട്ട് ഡിവൈസിന്റെ മിനിമം ഒരു ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക് ഒറ്റ ക്വസ്റ്റ്യൻ. ജസ്റ്റ് നോക്കടാ. റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് കേട്ടോ. അതായത് നമുക്ക് റീറൈറ്റിംഗ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ലൂപ്പിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് അല്ലേ. ഫസ്റ്റ് വൺ ഈസ് എന്താണ്, ഐ ഈസ് ഇക്വൽ ടു 1, എന്താണ് ഐ ഈസ് ഇക്വൽ ടു ഐ ഈസ് ഇക്വൽ ടു 1 വൈൽ ഐ ലെസ് ആർ 10 ദെൻ സി ഔട്ട് ഐ പ്ലസ് പ്ലസ് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ ചോദിക്കാം. പിന്നെ എന്തുവാടാ, അതിന് കമ്പോണൻസ് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ്, എക്സ്പ്രഷൻ, ബോഡി ഓഫ് തുലപ്പ്, ദെൻ അപ്ഡേഷൻ, ആ ഒരു കമ്പോണൻസിൽ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇതിനകത്ത് ഔട്ട്പുട്ട് എന്തൊക്കെ വരടാ, ഇതിപ്പോ 1 തൊട്ട് 10 വരെ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാം അല്ലേ. അപ്പൊ 1, 2, 3, 4, 5, 6, 8 അങ്ങനെ ആ 1 തൊട്ട് 10 വരെ പ്രിന്റ് കേട്ടോ. ഞാൻ ആ ഒരു പ്രോബ്ലത്തിലോട്ടും പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ പറയണം കേട്ടോ. ഓക്കേടാ, നമുക്കിത് പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെന്താണ്, ഇതിന് റീറൈറ്റ് ഉള്ള ക്വസ്റ്റ്യൻ വരും, പിന്നെ പ്രെഡിക്ട് ദ ഔട്ട്പുട്ട്, പിന്നെ കമ്പോണൻസ്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ കൺട്രോൾ സിസ്റ്റം എന്ന ചാപ്റ്ററിലുള്ള മുഴുവൻ സിന്റാക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. മുഴുവൻ സിന്റാക്സ് പഠിച്ചിരിക്കുക. അത് തന്നെ മാർക്ക് കേട്ടോ. കൺട്രോൾ സിസ്റ്റംസിലെ മുഴുവൻ സിന്റാക്സ് പഠിച്ചിരിക്കുക, സിന്റാക്സും അതിന്റെ എക്സാമ്പിൾ പഠിച്ചിരിക്കുക. അത് ഷുവർ ആയിട്ടുള്ള അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്ന കേട്ടോ. ഇവിടെ നോക്കാം. നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ടോപ്പോളജി. മക്കളെ ബെസ്റ്റ് ടോപ്പോളജി ഉണ്ട്. ഓക്കെ, ദെൻ സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, അതിന്റെയൊക്കെ ഫിഗർ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഫിഗർ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫിഗർ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതാണ് 5 മാർക്കിന് എസ് കേട്ടോ. ഈ 5 മാർക്കിന് എസ് പറയാൻ കാര്യം എന്താ, 5 10 മാർക്ക് നമുക്ക് ഒരുമിച്ച് കിട്ടും അല്ലെ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ടോപ്പോളജി, ബെസ്റ്റ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ദെൻ മെഷ് ടോപ്പോളജിയുടെ ഫിഗർ സഹിതമുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കേടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫോളോയിങ്. മക്കളെ, ഇതുപോലെ കുറെ കുഞ്ഞു ടേംസ് ആയിട്ട് 5 മാർക്ക് എക്സിക്യൂട്ട് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഇത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ടേംസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെയും ഇന്റർനെറ്റിലെ ടേംസ് ആണ്. രണ്ട് ചാപ്റ്റർ ക്ലബ് ചെയ്തിട്ടുള്ള സെക്ഷൻ ആണോ. ഇവിടെ വെക്കാം. ഹബ്, സ്വിച്ച്, വൈഫൈ എന്താണ്, റിപ്പീറ്റർ എന്താണ്, ഗേറ്റ് എന്താണ്, FTTH എന്താണ്, എന്താണ്, ഫിഷിംഗ് എന്താണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞു ടേംസ് ആയിട്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് വയ്ക്കാം. അപ്പൊ ആ ഒരു ഓരോരോ ടേംസ് നിങ്ങൾ എന്തായാലും എല്ലാത്തിനെയും കേട്ടോ, ഈ പറഞ്ഞ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലായിക്കോട്ടെ, ഈ നമ്മുടെ ഈ ഇന്റർനെറ്റ് ആയിക്കോട്ടെ, അവിടെ എല്ലാം കുഞ്ഞു ടോപ്പിക്സ്, എസ്സേ പാട്ട് അല്ലാത്ത വേറെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അവിടെ എല്ലാം പഠിക്കേണ്ട രീതിയിൽ എന്താടാ, ആ കുഞ്ഞു ടേംസുകൾ എന്താണ്, ഒരു 2 പോയിന്റ്സ് മിനിമം പഠിച്ചു വെച്ചേക്കുക. എല്ലാം ഒരു 2. എന്താണ് ഇപ്പൊ ഹബ്ബ് എന്ന് പറയുന്നതാണ് ഒരു അൺഇന്റലിജന്റ് ഡിവൈസ് ആണ്. ഹബ്ബ് ആണെങ്കിൽ എന്താണ്, എല്ലാ നെറ്റ്വർക്കിലോട്ടും എന്താണ് ഈ പറഞ്ഞ ഡേറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഒരു മിനിമം ഒരു രണ്ട് എന്താണ് ഒരു പോയിന്റ്സ് എങ്കിലും ഹബ്ബ്, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഈ ഒരു കുഞ്ഞു പോയിന്റ്സ് അല്ലെങ്കിൽ കുഞ്ഞു നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഇന്ന് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. കാരണം മിനിമം 2 പോയിന്റ്സ് മതി കേട്ടോ. അപ്പൊ അത് 5 മാർക്കിന് എന്താണ്, 5 മാർക്കിന് വരുമ്പോ അങ്ങനെ സാറ് 2 പോയിന്റ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോ എന്ത് വരികടാ, 2 പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ 1 മാർക്ക് വീഴും. മനസ്സിലാടാ. അപ്പൊ 5 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 5 മാർക്ക് അവിടെ വീഴും കേട്ടോ. അപ്പൊ അത് അങ്ങനെയാണ് അവിടെ വരുന്നത്. അങ്ങനെ സെക്ഷൻസ് വരാറുണ്ട്. നെക്സ്റ്റ് നോക്കടാ. കൺവേർട്ട് ദ ഫോളോയിങ് നമ്പർ സിസ്റ്റംസ് ഏടാ. 23 based on question mark, base it, decimal to octal, then binary to octal, then octal to
ഹെക്സാഡെസിമൽ അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കൺവേർഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ കൺവേർഷൻ വിശദമായിട്ട് പഠിക്കുന്നതാണ്. നമ്മൾ എന്താണ് നമ്മൾ പ്രത്യേകം നമ്മൾ ലൈവിലൊക്കെ കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് കൺവേർഷൻ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് എല്ലാം പഠിക്കും. കൺവേർഷൻ ഡെസിമൽ ടു ബൈനറി ആയിക്കോട്ടെ, ഡെസിമൽ ടു ഒക്ടൽ ആയിക്കോട്ടെ, മക്കളെ എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. മക്കളെ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കൺവേർഷൻ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ പഠിക്കാതെ പോകുകയേ ചെയ്യല്ലേ കേട്ടോ. അപ്പൊ കൺവേർഷൻ ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ഡേറ്റ റെപ്രസെന്റേഷൻ ക്വസ്റ്റ്യൻസ്, റെപ്രസെന്റ് ഓഫ് ഇന്റിജേഴ്സ്, ഇന്റിജർ നമ്പർ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ ഏതാണ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്, അവിടെ ഇന്നൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് ഒരു നമ്പർ എന്നിട്ട് വരണമെങ്കിൽ വൺസിലോ ടൂസിലോ എന്താണ്, വൺസിലോ ടൂസിലോ എന്താണ് ത്രീസ് ഒന്നും ഇല്ല, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കേടാ. അപ്പൊ അവിടെ നിന്ന് ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതാണ്. നെക്സ്റ്റ് നോക്കടാ. നെക്സ്റ്റ് റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് വോയിസ്, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ തന്നെയാണ്. ഫങ്ഷൻസ് ഓഫ് വോയിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരാം. ഓക്കെ, ഏതാണ് പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്. അപ്പൊ ആ ഒരു ഫങ്ഷൻസ് ഓഫ് OS എന്നാണ് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുക. അതിന് 2 മാർക്ക് ആയിരിക്കും. ദെൻ ബ്രീഫ്ലി ഇതിന് 2 മാർക്ക്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ദെൻ പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ്. ഏക്കേടാ കമ്പൈലർ, ഇന്റർപ്രറ്റർ, ദെൻ അസംബ്ലർ അല്ലേ. അപ്പൊ ആ ഒരു മൂന്ന് ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ്, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ, അത് 3 മാർക്കിന് കേട്ടോ. 3 മാർക്കിന്. ഓക്കെ, 3 മാർക്കിന് ചോദിക്കാം. 3 മാർക്കിന് ചോദിക്കാം. ക്ലിയർ അല്ലടാ? 3 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കേടാ, സെറ്റ് അല്ലേ? നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ഗൈഡൻ എന്നാണ്. എക്സ്പ്ലെയിൻ ഗൈഡൻ മീഡിയ. എന്താണ് മക്കളെ ഗൈഡൻ മീഡിയ എന്ന് പറഞ്ഞാൽ? ഗൈഡൻ മീഡിയ എന്ന് പറഞ്ഞാൽ വയർഡ് കണക്ഷൻ വിളിക്കുന്ന പേര് ഗൈഡൻ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ടിസ്റ്റപ്പെയർ കേബിൾ ഉണ്ട് അല്ലേ, ടിസ്റ്റപ്പെയർ കേബിൾ ഉണ്ട്, പിന്നെ കൊയാക്സിൽ കേബിൾ ഉണ്ട്, ഫൈബർ ഒപ്റ്റിക് കേബിൾ ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ എല്ലാം ഫീച്ചേഴ്സ് ഉണ്ടോ. ഫീച്ചേഴ്സ് നമ്മൾ പ്രത്യേകം നമ്മൾ പഠിപ്പിച്ചപ്പോൾ കമ്പ്യൂട്ടർ ഇന്റർവർക്ക് ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറല്ലോ. അതുകൊണ്ട് ഫീച്ചേഴ്സ് മാത്രം ജസ്റ്റ് നോക്കിക്കൊണ്ട് പോയിക്കോളാ. ഓക്കെ, അത് അവിടെ കൊടുക്കുക. ആ പോയിന്റ് വൈസുള്ള ഫീച്ചേഴ്സ് കേട്ടോ. നെക്സ്റ്റ് നോക്കടാ. എക്സ്പ്ലെയിൻ 5 ഫ്ലോ ചാർട്ട് സിമ്പിൾസ്. നമുക്ക് ഡിസിഷൻ, ദെൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, എലിപ്സ്, അങ്ങനെയുള്ള ഫ്ലോ ചാർട്ട് സിമ്പിൾസ് 5 ഫ്ലോ ചാർട്ട് സിമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ വെക്കാം. എന്തോടാ എലിപ്സ് ആണ്, എലിപ്സ് ആണ്. ഓക്കെ, ഞാൻ വേറെ ആയിരിക്കാം. ദെൻ ഇതെന്തോ റെക്ടാംഗിൾ എന്ന് യൂസ് ചെയ്യുന്നത്. റെക്ടാംഗിൾ ആണെങ്കിൽ നമുക്ക് അസൈനും വാല്യൂസിന് യൂസ് ചെയ്യുന്നു. ദെൻ പിന്നെ എലിപ്സ് ഉണ്ട്, പിന്നെ റെക്ടാംഗിൾ ഉണ്ട്, പിന്നെ പാരലോഗ്രാം ഉണ്ട്, ദെൻ ഫ്ലോ ലൈൻസ്, പിന്നെ എന്തുവാടാ നമുക്ക് കണക്ടർ ഒക്കെ ഉണ്ട് അല്ലേ. അതെല്ലാത്തിന്റെ യൂസും കാര്യങ്ങളും എഴുതി വെച്ചേക്കാം. പിന്നെ എന്തുവാടാ ഈ 5 ഫ്ലോ ചാർട്ട് സിമ്പിൾസ് എഴുതുമ്പോൾ 5 ഫ്ലോ ചാർട്ട് സിമ്പിൾസ് റൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്ത് ഇടുക, ഒരു എക്സാമ്പിൾ വരച്ചു വെച്ചേക്കാം. ഒരു കുഞ്ഞൊരു എക്സാമ്പിൾ വരച്ചു വെച്ചെങ്കിൽ അവിടെ 5 മാർക്ക് അവിടെ ഉറപ്പിക്കും കേട്ടോ. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫോളോയിങ് ടൈംസ്. ഏതാടാ കമ്പൈലർ, ഈ കോപ്പറേറ്റീവ് സിസ്റ്റം, വേർഡ് പ്രോസസ് സോഫ്റ്റ്വെയർ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇന്റർപ്രറ്റർ. അതായത് നമ്മുടെ കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടറിന് കുറെ ടേംസ് കിടപ്പുണ്ട് അല്ലേ. അതായത് കമ്പൈലർ, ഇന്റർപ്രറ്റർ, പിന്നെ എന്താണ് ഈ പറഞ്ഞ OS, അങ്ങനെയുള്ള കുറെ കുഞ്ഞു ടേംസുകൾ എന്തുവിടാ നമുക്ക് ഓരോ മാർക്കിന് എടുക്കാം, അല്ലെങ്കിൽ ഓരോ മാർക്ക് വെച്ചിട്ട് 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, അത് അവിടെയും വരാൻ കേട്ടോ. അപ്പൊ ഇത്രയും ഈ ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്താ നമ്മുടെ 5 മാർക്ക് സെക്ഷനിൽ വരാറുള്ളത്. അതുകൊണ്ട് ഇത് മാക്സിമം ഇങ്ങനെ കോൺസെൻട്രേറ്റ് പഠിക്കുക. ഈ കുഞ്ഞു ടേംസ് വരാറിലേക്ക് എന്തുവിടാ ഞാൻ പറഞ്ഞ ഒരു മിനിമം ഒരു 2 പോയിന്റെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അപ്പൊ അത് നമുക്ക് 5 മാർക്കിനാകുമ്പോൾ അത് നമുക്ക് ഓരോ ടേംസ് എന്താണ് 2 പോയിന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കേടാ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത് വീഡിയോ കാണുക. പിന്നെ നമ്മുടെ സൂപ്പർ സിസ്റ്റി എന്നടാ നമ്മുടെ ഈ പറഞ്ഞ 25th ആണ്, നമ്മുടെ മാർച്ച് 25th നമുക്ക് സൂപ്പർ സിസ്റ്റി. എല്ലാവരും 7:30 ജോയിൻ ചെയ്തിരിക്കുക. എല്ലാവരും മക്കളെ മസ്റ്റ് ആയിട്ട് സൂപ്പർ സിസ്റ്റിയിൽ ജോയിൻ ചെയ്തിരിക്കുക. ഓക്കേടാ. അപ്പൊ അന്ന് നമ്മള് പിറ്റേ ദിവസം നടക്കുന്ന നമ്മുടെ മാർച്ച് 26 നടക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുവാണ് മക്കളെ. ഷുവറായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നല്ല, ഷുവറായിട്ട് അവിടെ പറയുവാണ്. അത് ചോദിക്കും എന്നുള്ള കാര്യം പറയുവാണ്. നമ്മുടെ ചരിത്രം ഉണ്ടല്ലേ, നമുക്ക് എന്താണ് ക്രിസ്മസ് പരീക്ഷയ്ക്കുണ്ട്, പിന്നെ നമ്മുടെ മോഡൽ എക്സാമിനുള്ള ചരിത്രമുണ്ട് മക്കളെ. നമ്മുടെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാക്സിമം സൂപ്പർ 60 ആണെങ്കിൽ യൂസ് ചെയ്ത് പഠിക്കുക. പിന്നെ നാളെ കംപ്ലീറ്റ് പ്രോഗ്രാം സൊല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. നമ്മുടെ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സെക്ഷനാണ്. മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഓക്കെ, ബൈ, സീ യു.